ഹലോ നമസ്കാരം, താരാസ് ഫുഡ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി പപ്പായ തോരൻ്റെ റെസിപ്പി കണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ നല്ല സുലഭമായി കിട്ടുന്ന പപ്പായ കൊണ്ട് നല്ലൊരു വെറൈറ്റി തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കപ്പങ്ങ എന്നാണ് പറയണത്. കപ്പളങ്ങ, പപ്പായ, പിന്നെ മലപ്പുറം ആ ഭാഗത്തൊക്കെ വേറെ എന്തോ പേരൊക്കെയാണ് പറയണത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ കപ്പങ്ങ എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിപൊളിയൊരു തോരൻ ഉണ്ടാക്കണ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. നമുക്ക് ഈ കപ്പങ്ങ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മധുരിപ്പുള്ള കപ്പങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ അരിഞ്ഞളഞ്ഞതിന് ശേഷം കുരുവൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തൊണ്ടൊക്കെ ചെത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്യണത് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കഴുകിയിട്ടില്ല. ഇപ്പോൾ തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കഴുകിയെടുക്കണുള്ളൂ. അപ്പോൾ ഈ പപ്പായയുടെ ഗുണങ്ങൾ നല്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ ഡെങ്കിപ്പനി അതും ഇതൊക്കെ ഇങ്ങനത്തെ പനികളൊക്കെ വരുമ്പോൾ പപ്പായ തോരൻ വെച്ച് കഴിക്കാനും പിന്നെ പപ്പായയുടെ ഇല ചതച്ച് അതിൻ്റെ നീരെടുത്ത് കഴിക്കാനൊക്കെയാണ് ഡോക്ടർമാർ പറയണം. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിന് കൗണ്ട് കുറയുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് പപ്പായ. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിത് മോരൊഴിച്ച് കറി വയ്ക്കാനും പിന്നെ ഇങ്ങനത്തെ തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ ഞാനിങ്ങനെയൊക്കെ ഓരോ വെറൈറ്റി റെസിപ്പീസ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ട് ക്യാബേജൊക്കെ തോരൻ വെക്കണ പോലെ തോരൻ വെക്കണേം ചെയ്യണത്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാനായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അധികം ഇതിൻ്റെ ചുവയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എല്ലാവരും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പകുതി മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അപ്പോൾ പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഒരു ചെപ്പിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പിറ്റേ ദിവസമായാലും എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിത് വഴറ്റിയൊന്നും ചേർക്കണമൊന്നും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്ത് തേങ്ങയിൽ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഈ പപ്പായയുടെ മിക്സിങ്ങിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് അതിലേക്ക് പച്ചമുളക്, സവാള, കറിവേപ്പിലയും കൂടി എടുത്ത് കുറച്ച് ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ തേങ്ങ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഞാൻ ചേർക്കണില്ല ഇതിൽ. പച്ചമുളകിൻ്റെ എരിവ് മാത്രം ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിരുമ്മിയാൽ മതി. തേങ്ങയുടെയൊക്കെ പാലൊന്ന് വരണ വിധത്തിൽ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലൊന്നും അടിക്കാനുള്ള മിക്സിയിൽ അടിക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് ഈ കപ്പങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കൈ കഴുകി ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ ഒരു 1/4 കപ്പിൽ താഴെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ആവിയില്ല വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എനിക്കിതിപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ചെറുതിയിലിട്ടിട്ട് വെന്ത് കിട്ടി. നല്ല അടിപൊളി തോരനാണിത്. അപ്പോൾ പപ്പായൊക്കെ കിട്ടുമ്പോൾ ആരും വെറുതെ കളയരുത്. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി തോരനൊക്കെ വെച്ച് കഴിക്കാൻ നോക്കുക. വയറിനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണിത്. അപ്പോൾ കപ്പങ്ങ പഴുപ്പിച്ച് കഴിക്കണേ നല്ലതാണ്. ഇപ്പം ഇങ്ങനെ ആയാലും നമുക്ക് തോരനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ അടിപൊളി പപ്പായ തോരനോട് റെഡിയാണ്. ഇതിൽ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയാകും. വേണമെങ്കിൽ ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർക്കാം, ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.